ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവള് ഹായും ബായും പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ, പിന്നെ കാണൂലല്ലോ കുറേ നാളത്തേക്ക്. എനിക്ക് വട്ടാന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ വട്ടം എന്നല്ല, സമയം കിട്ടായിട്ടാണ് നമുക്ക്. ഇവിടെ ഹോട്ടലെല്ലാം തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്ക് കാരണം നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്ത. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ അറിയാവുന്ന ആൾക്കാരാണ്, അല്ലാണ്ട് നമ്മളെ ഫാൻസിൽ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മളെ അറിയുന്ന നാട്ടിലുള്ളവർ, നമ്മളെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും നിങ്ങളെന്താ വീഡിയോ ഇടാത്തേ, വീഡിയോ ഇട്, നിങ്ങളെ വീഡിയോ കാണാൻ നല്ല രസമാണ്, അങ്ങനെയല്ല ആ രീതിയിൽ പറഞ്ഞിട്ട് നമ്മളെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ടൈമും കിട്ടുന്നില്ല. പിന്നെ കണ്ടന്റ് നമ്മളങ്ങനെ നോക്കുന്നുമില്ല, അങ്ങനെ ചെയ്യണോ വേണോ, ഒരു മടിയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് നമുക്ക് ജിമ്മിനെല്ലാം പോകണം. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കൊരു ഫുൾ ഡേ ആവും, കവർ ചെയ്യും. അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ, ഇനി വീഡിയോ എടുത്ത് വെച്ചാൽ തന്നെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതെല്ലാം കൊണ്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോ ഇടാത്തത്. അല്ലാണ്ട് വേറെ ആഗ്രഹമില്ലായിട്ടല്ല, ആഗ്രഹമെല്ലാം ഉണ്ട്. പിന്നെ വെറുതെ എന്തെങ്കിലും ഇട്ട് നിങ്ങളെ വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പം നമ്മൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഡെയിലി നമ്മളെ ഇവിടുത്തെ ഹോട്ടലിൽ എല്ലാ കാര്യങ്ങളും, നമ്മളിവിടുത്തെ കലാപരിപാടികൾ, അതായത് രാവിലെ നമുക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പല കലാപരിപാടികളും ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ബിഹൈൻഡ് ദ സീൻസ് പോലെ നമ്മളിങ്ങനെ കാണിക്കുക. ഇതാണ് നമ്മൾ, ശരിയായ നമ്മൾ ഇതാണെന്നുള്ള രീതിയിൽ ഉള്ള എല്ലാ നമ്മളെ ഡെയിലി കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡെയിലി അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി പ്രോത്സാഹനം ഉണ്ടാവും ഇടാൻ വേണ്ടിയിട്ട്. ഇതാ ഒരാൾ ഇന്ന് ബിരിയാണി ഇതാ ഫസ്റ്റ് തിന്നിട്ട്, ഫസ്റ്റ് ഞാനാ തിന്നത്. ഇവിടെ ബിരിയാണി വെച്ചാലോ എന്തെങ്കിലും സ്പെഷ്യൽ വെച്ചാലോ അത് ഞാൻ തന്നെ ആദ്യം തിന്നു. അത് കളിയാക്കി പറയും ഗണപതിക്ക് കൊടുക്കുന്നത്, അങ്ങനെയല്ല. പിന്നെ അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ തന്നെ കഴിച്ചു. അത് എല്ലാം നോക്കിയിട്ടേ പുറത്ത് കൊടുക്കൂ. ഞാനാണ് ഇവിടുത്തെ ക്വാളിറ്റി ചെക്കർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അപ്പോൾ ആർമി രണ്ടാമത് കഴിച്ചിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തെല്ലാന്നുള്ളത് കാണിച്ചു തരാം. ഇന്ന് സൺഡേ ആണ്. സൺഡേ നമുക്ക് ബിരിയാണി ഉണ്ടാവും, പിന്നെ ബാക്കി അതേപോലെ തന്നെ ചോറും ഉണ്ടാവും. അപ്പോൾ ചോറിന് എന്തെല്ലാം സ്പെഷ്യൽ ഉള്ളതെന്ന് കാണിക്കാം. പിന്നെ അതുപോലെ ഫ്രൈ ഐറ്റംസും എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്ക് ഫിഷ് ഇതെല്ലാം സ്പെഷ്യലായിട്ടുള്ളത്. മത്തി, നല്ല കുഞ്ഞി മത്തി ഉണ്ട്, അയിലുണ്ട്. ഇപ്പൊ സ്പെഷ്യൽ കുറവാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് സാമ്യമാറ സീസൺ അല്ലേ, അപ്പൊ പിന്നെ ഇതധികം പോവില്ല. അതുകൊണ്ട് നമ്മൾ 1-2 തരത്തിലേ ആക്കലുള്ളൂ. ഫ്രൈ ചെയ്യുന്നതെല്ലാം ഏച്ചിയാണ്, എല്ലാ മീനും ഫ്രൈ ചെയ്യുന്ന ഏച്ചി. ബാക്കിയുള്ള സ്പെഷ്യലും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. മീൻകറി ഉണ്ട്, അതേപോലെ തന്നെ ഇന്ന് പരിപ്പ് കറിയാണ്, പരിപ്പും വെള്ളരിക്ക കറിയാണ്. പിന്നെ അതേപോലെ വറവുണ്ട്, ക്യാബേജ് വറവാണ്. പിന്നെ ഇന്ന് ഇപ്പോൾ ബിരിയാണി എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ തൊടുകറി, സൈഡ് കറിയായിട്ട് സാലഡാണ് ആക്കിയതിന്. പുറത്തിപ്പോൾ ആൾ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ സെർവ് ചെയ്ത് കൊടുക്കണം അവർക്ക്. അതുകൊണ്ട് കുറച്ച് തിരക്കാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പുറത്തുനിന്ന് ഇപ്പം നമ്മൾ ആരുമില്ല, നമ്മൾ 4 ആൾക്കാർ മാത്രമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകുമ്പം പുറത്തുനിന്നുള്ള ആളെ എടുക്കണം, കുറച്ചൊന്ന് വിപുലീകരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം പുറത്ത് കഴിക്കാൻ ആൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കാണിച്ചു തരാം. അച്ഛനെയും കാണിച്ചു തരാം. അമ്മ വേറെ പണിയിലാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ അലക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അമ്മ ചെയ്യാൻ പറ്റാനുള്ള. അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടുത്തെ സിറ്റുവേഷൻ. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇവർ പാർസൽ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവർ മാത്രമേ നിലവിൽ വന്നതിനുള്ളൂ. എനിക്ക് തിരക്ക് വരണം അത്രേ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. തലശ്ശേരി ദം ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, ചേലേരിയിലെ നമ്മളെ വിനോദേട്ടൻ്റെ ദം ബിരിയാണി അങ്ങനെ പറയാൻ കഴിയുക. വിനോദേട്ടൻ്റെ അപ്പം ബിരിയാണിക്ക് ഓർഡർ വന്നിട്ടുണ്ട്. 2-3 ഓർഡർ വന്നു, അതിൽ കൊടുത്ത്. അപ്പോൾ ഇത് അടുത്ത ഓർഡർ പാക്ക് ചെയ്യുന്നതാണ്. എന്താ ചോറും എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് കൊടുത്തു തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തന്നേ ഉള്ളൂ. അപ്പോൾ തിരക്കെല്ലാം വന്നു തുടങ്ങി, ആൾക്കാരെല്ലാം കഴിക്കാൻ വരാൻ തുടങ്ങി. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ്റെ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു, അതേപോലെ എൻ്റെ മാമനും മാമിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കുറേ നാളിന് ശേഷം വ്ളോഗെല്ലാം എടുക്കാൻ റീസ്റ്റാർട്ട് ചെയ്തേരം നമുക്ക് പുതിയൊരു ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. കാണിച്ചു തരാം നിങ്ങൾക്ക്. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇന്ന്. അപ്പം മൊത്തത്തിൽ ഇന്ന് ഒരു നല്ല ദിവസം തന്നെ ഇന്നത്തെ സൺഡേ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. ഇവർ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. അത് മനാഫിക്കയാണ്, പിന്നെ അതേപോലെ തന്നെ സന്തോഷ് ആൽവിൻ ചേട്ടൻ, ടിക്ടോക്ക് ഫെയിമാണ് പുള്ളി. അപ്പോൾ ഇവരാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫ്രണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി ആക്ച്വലി, സോറി. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു പോയിട്ട് യൂട്യൂബ് ചാനലുണ്ട് ഞങ്ങൾക്കൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്, ഹായ് പറയാൻ ചോദിച്ചപ്പോൾ അവർ വേഗം ഹായ് ഒക്കെ പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് സൂപ്പറാന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പോകുന്നതിന് മുന്നേ അടിപൊളി സെൽഫിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.